നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം അഷ്ടാശീതിതമ സർഗ 88-ാം സർഗത്തിലെ 10 തുടങ്ങി 19 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇന്ന് 20 തുടങ്ങി 30 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 20 തുടങ്ങി 30 വരെയുള്ള ശ്ലോകങ്ങൾ. 20-ാമത്തെ ശ്ലോകം. ധന്യ ഖലു മഹാഭാഗോ ലക്ഷ്മണ ശുഭലക്ഷണ ഭ്രാതരം വിഷമേ കാലേ യോ രാമമനുവർത്തതേ. സിദ്ധാർത്ഥ ഖലു വൈദേഹി പതിം യാനുഗതാവനം വനം സംശയിതാ സർവേ ഹീനാസ്തേന മഹാത്മനാ. അകർണധാരാ പൃഥിവീ ശൂന്യേവ പ്രതിഭാതി മേ ഗതേ ദശരഥേ സ്വർഗം രാമേ ചാരണ്യമാശ്രിതേ. നജ പ്രാർത്ഥയതേ കച്ഛിൻ മനസാപി വസുന്ധരാം വനേ നിവസതസ്തസ്യ ബാഹുവീര്യാഭിരേക്ഷിതാം. ശൂന്യസംവരണാരക്ഷാമയന്ത്രിതഹയദ്വിപാം അനാവൃതപുരദ്വാരാം രാജധാനീമരക്ഷിതാം. അപ്രഹൃഷ്ടബലാം ശൂന്യം വിഷമസ്താമനാവൃതാം ശത്രവോനാഭിമന്യന്തെ ഭക്ഷ്യാൻ വിഷകൃതാനിവ. അദ്യ പ്രവൃത്തി ഭൂമൗ തു ശയിഷ്യേഹം തൃണേഷു വാ ഫലമൂലാശനോ നിത്യം ജടാചീരാണി ധാരയൻ. തസ്യാഹമുത്തരം കാലം നിവത്സ്യാമി സുഖം വനേ തത്പ്രതിശ്രുതമാര്യസ്യ നൈവ മിഥ്യാ ഭവിഷ്യതി. വസന്തം ഭ്രാതുരർത്ഥായ ശത്രുഘ്നോ മാനുവത്സ്യതി ലക്ഷ്മണേന സഹായോധ്യാം ആര്യോ മേ പാലയിഷ്യതി. അഭിഷേക്ഷ്യന്തി കാകുൽസ്ഥം അയോധ്യായാം ദ്വിജാതയഃ അപി മേ ദേവതാ കുര്യുരിമം സത്യം മനോരഥം. പ്രസാദ്യമാന ശിരസാ മയാ സ്വയം ബഹുപ്രകാരം യദി നിപ്രവത്സ്യത്തെ തതോനുവത്സ്യാമി ചിരായ രാഘവം വനേചരം നാർഹതി മാമുപേക്ഷിതും. 88-ാം സർഗത്തിലെ 20 തുടങ്ങി 30 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്, പാരായണം ചെയ്തത്. ഇനി ഓരോ ശ്ലോകത്തിൻ്റെ ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. ഇപ്പോഴും ഭരതൻ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് രാമൻ്റെ ഈ പരിതാപകരമായ അവസ്ഥയെ ഓർത്ത്. ശ്ലോകം 20.
ധന്യ ഖലു മഹാഭാഗോ ലക്ഷ്മണശുഭലക്ഷണഃ ഭ്രാതരം വിഷമേ കാലേ യോ രാമമനുവർത്തതേ. 20-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കഷ്ടകാലത്ത് ഭ്രാതാവിൻ്റെ അടുത്തിരുന്ന് പരിചരണത്തിന് ഭാഗ്യമുണ്ടായ ശുഭലക്ഷണനായ ലക്ഷ്മണൻ തന്നെ ധന്യരിൽ ധന്യനായ പരമഭാഗ്യവാൻ. ശ്ലോകം 21. സിദ്ധാർത്ഥ ഖലു വൈദേഹി പതിം യാനുഗതാവനം വയം സംശയിതാ സർവേ ഹീനാസ്തേന മഹാത്മനാം. 21-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം തൻ്റെ ഭർത്താവിനെ കാട്ടിലേക്ക് അനുഗമിച്ച വൈദേഹി തികച്ചും നേടേണ്ടത് നേടിയ ഭാഗ്യവതി തന്നെ. ആ മഹാത്മാവിനാൽ പരിത്യക്തരായ നമ്മളെല്ലാവരും ജീവിതാർത്ഥം പ്രാപിക്കാൻ കഴിയാത്ത കേവലം വഞ്ചിതർ തന്നെയാണ്. ശ്ലോകം 22. അകർണധാരാ പൃഥിവീ ശൂന്യേവ പ്രതിഭാതി മേ ഗതേ ദശരഥേ സ്വർഗം രാമേ ചാരണ്യമാശ്രിതേ. ശ്ലോകം 22-ൻ്റെ അർത്ഥം ദശരഥൻ സ്വർഗം പോകുകയും രാമൻ അരണ്യത്തെ ആശ്രയിക്കുകയും ചെയ്തിരിക്കെ ഭൂമി അമരക്കാരനില്ലാത്ത ശൂന്യമായ നൗക പോലെ ആയിത്തീർന്നു. ശ്ലോകം 23. ന ച പ്രാർത്ഥയതേ കച്ഛിൻ മനസാപി വസുന്ധരാം വനേ നിവസതസ്തസ്യ ബാഹുവീര്യാഭിരേക്ഷിതാം. ശ്ലോകം 23-ൻ്റെ അർത്ഥം അദ്ദേഹം വനത്തിൽ വസിക്കുകയായാലും ആ ബാഹുവീര്യത്താൽ അഭിരക്ഷിതയായ ഭൂമിയെ സ്വന്തമാക്കുന്ന കാര്യം ആരും മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കാൻ പോലും ധൈര്യപ്പെടില്ല. ശ്ലോകം 24-25 ചൊല്ലി അർത്ഥം നോക്കാം. ശൂന്യസംവരണാരക്ഷാം അയന്ത്രിതഹയദ്വിപാം അനാവൃതപുരദ്വാരാം രാജധാനീമരക്ഷിതാം അപ്രഹൃഷ്ടബലാം ശൂന്യാം വിഷമസ്താമനാവൃതാം ശത്രവോനാഭിമന്യന്തേ ഭക്ഷ്യാൻ വിഷകൃതാനിവ. 24-25 ശ്ലോകങ്ങളുടെ അർത്ഥം കോട്ടകളിൽ സംരക്ഷണത്തിനായി ഭടന്മാരുടെ കാവലില്ല. കുതിരകളെയോ ആനകളെയോ ആരും സംരക്ഷണത്തിന് സജ്ജമാക്കി നിർത്തിയിട്ടില്ല. നഗരവാതിലുകൾ തുറന്നു കിടക്കുന്നു. ചുറ്റും പ്രതിരോധ ശക്തികളില്ല. ഉത്സാഹമറ്റ സൈന്യബലമില്ലാതെ നഗരി ശൂന്യമാണ്. എന്നിട്ടും വിഷം കലർന്ന ഭക്ഷണമെന്ന പോലെ ശത്രുക്കൾ കൈവശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അയോധ്യയെ ആക്രമിക്കാൻ പറ്റിയ സമയമാണ്. ആരും നോക്കാനും കാണാനും ഭരിക്കാനും ഒന്നുമില്ല. എന്നിട്ട് പോലും ശത്രുക്കളായവർ പോലും അയോധ്യയെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നില്ല. അത് രാമൻ്റെ ആ പ്രത്യേക ശക്തി കൊണ്ടും ഭക്തി കൊണ്ടും എല്ലാവർക്കും രാമനിലുള്ള വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ്. ശ്ലോകം 26. അദ്യ പ്രകൃതിഭൂമൗ തു ശയിഷ്യേഹം തൃണേഷു വാ ഫലമൂലാശനോ നിത്യം ജടാചീരാണി ധാരയൻ. ശ്ലോകം 26-ൻ്റെ അർത്ഥം ഇന്നു മുതൽക്ക് ഞാൻ ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് ജട കെട്ടി മരവുരിയുടുത്ത് നിലത്തോ പുല്ലിലോ കിടക്കും. രാമനെ പോലെ തന്നെ ജീവിക്കുമെന്നാണ് ഭരതൻ പറയുന്നത്. ശ്ലോകം 27. തസ്യാഹമുത്തരം കാലം നിവത്സ്യാമി സുഖം വനേ തതിപ്രതിശ്രുതമാര്യസ്യ നൈവ മിഥ്യാ ഭവിഷ്യതി. 27-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശേഷിച്ച കാലത്ത് ഞാൻ ജ്യേഷ്ഠൻ്റെ പ്രതിജ്ഞയെ ഏറ്റെടുത്തുകൊണ്ട് വനത്തിൽ തന്നെ സുഖമായി പാർക്കും. ഇതിന് മാറ്റം ഭവിക്കുകയില്ല. ശ്ലോകം 28.
വസന്തം ഭ്രാതുരർത്ഥായ ശത്രുഘ്നോ മാനുവത്സ്യതി ലക്ഷ്മണേന സഹായോധ്യാം ആര്യോ മേ പാലയേഷ്യതി. ശ്ലോകം 28 അർത്ഥം: ജ്യേഷ്ഠനു വേണ്ടി വനത്തിൽ വസിക്കുന്നവനായ എന്നെ ശത്രുഘ്നൻ അനുഗമിച്ച് അവനും വനത്തിൽ വസിക്കും. ലക്ഷ്മണനോടുകൂടി ജ്യേഷ്ഠൻ അയോധ്യ പരിപാലനം നിർവഹിക്കുകയും ചെയ്യും. ശ്ലോകം 29. അഭിഷേക്ഷ്യന്തി കാകുൽസ്ഥം അയോധ്യായാം ദ്വിജാതയഃ അഭിമേ ദേവതാ കുര്യുരിമം സത്യം മനോരഥം. ശ്ലോകം 29 അർത്ഥം: ബ്രാഹ്മണോത്തമന്മാർ അയോധ്യയിൽ ശ്രീരാമനെ അഭിഷേകം ചെയ്യും. എൻ്റെ ഈ മനോരഥം ദേവതകൾ സത്യമാക്കാതിരിക്കുമോ? ശ്ലോകം 30. 88 സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. പ്രസാദ്യമാന ശിരസാ മയാ സ്വയം ബഹുപ്രകാരം യദി ന പ്രവത്സ്യത്തെ തതോനുവത്സ്യാമി ചിരായ രാഘവം വനേജരം നാർഹതി മാമുപേക്ഷിതും. ശ്ലോകം 30 അർത്ഥം: ശിരസ്സു നമിച്ച് ഇപ്രകാരം പലവിധം ഞാൻ അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും കാട്ടിൽ വസിക്കും. എന്നെ ഉപേക്ഷിക്കാൻ ഒരിക്കലും അദ്ദേഹത്തിനാവില്ല. സർഗം 88 സമാപിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.